ഇപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് 2 ടൈപ്പ് ഉണ്ട്. ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്, ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്. ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് 5 എണ്ണമാണുള്ളത്, ഓവറോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് 8 എണ്ണമാണുള്ളത്. അപ്പോൾ നമ്മൾ ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ 5 എണ്ണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഇസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. സോ ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ ആദ്യത്തേതാണ്. ഫസ്റ്റ് വൺ ഇസ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. Gross profit ratio is equal to gross profit divided by net sales into 100. Gross profit divided by net sales into 100. അതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ എളുപ്പമാണ്, ജസ്റ്റ് ആ ഗ്രോസ് പ്രോഫിറ്റ് ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ മതി. നെറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ സെയിൽസിനകത്തുനിന്ന് മൊത്തത്തിലുള്ള, അതായത് ടോട്ടൽ സെയിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ സെയിൽസിനകത്ത് നമ്മുടെ ക്യാഷ് സെയിൽസും കാണും, ക്രെഡിറ്റ് സെയിൽസും കാണും. ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കാണും. അതിൽ നമ്മൾ എന്ത് ചെയ്യും, സെയിൽസ് റിട്ടേൺസ് അങ്ങ് മൈനസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്യുമ്പോൾ ഉള്ളതാണ് നമ്മുടെ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ് സെയിൽസ് ആണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോൻ്റെ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഫോർമുല എളുപ്പമാണ്. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. നമ്മളിവിടെ ഓൾറെഡി നെറ്റ് സെയിൽസ് നോക്കി. നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് മാറ്റുന്നതാണ് നമ്മുടെ നെറ്റ് സെയിൽസ് എന്നുള്ളത്. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്, നെറ്റ് സെയിൽസ് തന്നെ എടുക്കേണ്ടത്. ന്യൂമറേറ്ററിൽ വരുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റാണ് നമ്മളെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മാത്രം കുറയ്ക്കുമ്പോഴാണ്, നമ്മുടെ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മാത്രം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിൽ എത്താൻ പറ്റുന്നത്. പക്ഷേ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ സെയിൽസിൻ്റെ അകത്തുനിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആദ്യം കുറയ്ക്കണം. പിന്നെ അതിൽ നിന്ന് കുറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് കാണുമല്ലോ. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസസ് കുറയ്ക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. അപ്പോൾ ഈ എക്സ്പെൻസസൊക്കെ കോമൺ ആയിട്ട് തരിക. അപ്പോൾ നമ്മുടെ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്തിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ്, അതാണ് ഈ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഒക്കെ. അപ്പോൾ അതും കൂടി മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ആ നെറ്റ് പ്രോഫിറ്റാണ് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരിക്കും, അല്ലെ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ചെയ്യുക. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയും നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, സോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ ആയിട്ട് എടുക്കുന്നത്. ഇതിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് എടുക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുമാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് ഇവിടെ നമ്മൾ ന്യൂമറേറ്ററിൽ കൺസിഡർ ചെയ്യുന്ന ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്
നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതായത് നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടാതെ നമുക്ക് സെയിൽസിനും ഡിസ്ട്രിബ്യൂഷനുമായിട്ട് എന്തൊക്കെ എക്സ്പെൻസസ് ആവുന്നോ അത് മാത്രമേ കൺസിഡർ ചെയ്യാവൂ. നമ്മുടെ ഫിനാൻസിങ് കോസ്റ്റ് ഒന്നും നമ്മളിവിടെ എടുക്കരുത്, ഇൻകം ടാക്സ് എടുക്കരുത്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് നമ്മൾ എടുക്കും. ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എടുക്കും. പിന്നെ നമ്മുടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. കാരണം ഇതൊക്കെ നമുക്ക് നമ്മുടെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഇൻകർ ആവുന്നതാണ്. അപ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാത്തതെന്ന് പറയുന്നത്, നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ എന്താ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുക? നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ ഫിനാൻസ് കോസ്റ്റ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുക, അതെടുക്കത്തില്ല. അതായത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, അതൊക്കെ ഫിനാൻസ് കോസ്റ്റാണ്. അതുപോലെ ഇൻകം ടാക്സ്, ഇതൊന്നും നമ്മൾ എടുക്കത്തില്ല ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. നെറ്റ് സെയിൽസ് സെയിം തന്നെയാണ്, നമ്മൾ മുമ്പ് എടുത്ത ഡിനോമിനേറ്റർ തന്നെയാണ്, മുമ്പ് നമ്മൾ ചെയ്ത റേഷ്യോസിലെടുത്ത സെയിം ഡിനോമിനേറ്റർ തന്നെയാണ് നെറ്റ് സെയിൽസ്. പക്ഷേ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അതിൽ ആ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ നമ്മൾ എടുക്കുന്നത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എടുക്കണം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എടുക്കണം. പക്ഷേ അതിൽ ഫിനാൻസ് കോസ്റ്റുകളൊന്നും തന്നെ കൺസിഡർ ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ഇൻകം ടാക്സ് അങ്ങനെയുള്ളതൊന്നും കൺസിഡർ ചെയ്യരുത്. ഇനി അടുത്ത റേഷ്യോ എന്ന് പറയുന്നത് നമ്പർ 4, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് divided by net sales into 100. Operating profit divided by net sales into 100. അപ്പോൾ അതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓക്കെ, അപ്പം അതിനകത്ത് നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നെറ്റ് സെയിൽസ് മൈനസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നെറ്റ് സെയിൽസ് മൈനസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എടുത്തിട്ടുണ്ട്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എക്സ്ക്ലൂഡ്സ് ഇതിൽ പറയുന്നത് എടുക്കാത്ത ഐറ്റംസ് ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മൾ എടുക്കാത്ത ഐറ്റംസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതേപോലെ ഇൻകം ടാക്സ്, അതായത് എക്സ്ക്ലൂഡ്സ് ഫിനാൻസ് കോസ്റ്റ്. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഫിനാൻസ് കോസ്റ്റുകളൊന്നും തന്നെ ഇവിടെ കൺസിഡർ ചെയ്യത്തില്ല ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ. അപ്പോൾ നമ്മുടെ ഫിനാൻസ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാതെയുള്ള നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നെറ്റ് സെയിൽസിൽ നിന്ന് ആ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ, നമ്മുടെ ഫിനാൻസ് കോസ്റ്റ് കുറയാതെ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്ന് നോക്കുന്നതാണ്. നമ്മുടെ ഓപ്പറേഷൻസിൽ നിന്ന് നമ്മളെ ഫിനാൻസ് കോസ്റ്റ് മാറ്റാതെ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് നോക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4th വൺ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇനി ഒരു റേഷ്യോ ഉള്ളൂ, എക്സ്പെൻസസ് റേഷ്യോ. ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നമ്മൾ ലാസ്റ്റ് പഠിച്ചതാണ് എക്സ്പെൻസസ് റേഷ്യോയിൽ ഏതാണോ അവർ തരുന്ന എക്സ്പെൻസ്, അതായത് ആ ഗിവൺ എക്സ്പെൻസ്, കൺസേൺഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ എക്സ്പെൻസ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ അതാണ് നമ്മളുടെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് എക്സ്പെൻസ് ആണോ തരുന്നത് ആ എക്സ്പെൻസ് നമ്മൾ ന്യൂമറേറ്ററിലെടുക്കും, നെറ്റ് സെയിൽസ് ഡിനോമിനേറ്ററിലെടുക്കും, ഇൻറ്റു 100 ചെയ്യും. അപ്പോൾ അതിന് 1-2 എക്സാമ്പിൾസ് പറയാം. നമ്മളോട് ചിലപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ ചോദിക്കും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100.
ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ റേഷ്യോ ചോദിച്ചാൽ അങ്ങനെ അതൊരു എക്സ്പെൻസ് റേഷ്യോ ആണ്. അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിൻ്റെ റേഷ്യോ ചോദിക്കാം. അപ്പോൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിൻ്റെ റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഏതാണോ കൺസേൺഡ് എക്സ്പെൻസ് അത് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അടുത്തത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ചോദിച്ചാലോ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ റേഷ്യോ ചോദിച്ചാൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ റേഷ്യോ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിൻ്റെ റേഷ്യോ ആണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് റേഷ്യോ. അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100, ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. പിന്നെ നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ റേഷ്യോ, അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ഒഴിവാക്കുന്ന ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫിനാൻസ് കോസ്റ്റ് ഒഴിവാക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളായിട്ട് എടുക്കുന്നത്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൻ്റെ റേഷ്യോ ചോദിച്ചാൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100, ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതാണ് നമ്മൾ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എക്സ്പെൻസ് റേഷ്യോ ആണെങ്കിൽ നമുക്ക് 4 രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റേഷ്യോ, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് റേഷ്യോ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് റേഷ്യോ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റേഷ്യോ. അപ്പോൾ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും ആ പർട്ടിക്കുലർ എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ജനറൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് 5 നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.